Hi everyone, welcome to today's Max activities. So the first activity is a factory time. Factory works in two shifts. Factory രണ്ട് ഷിഫ്റ്റുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റ് ഈസ് ഫ്രം 6 AM to 2 PM with an interval of 45 minutes. അതായത് ആദ്യത്തെ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ 6 AM രാവിലെ 6 മണി മുതൽ 2 PM വരെയാണ് കേട്ടോ. 2 PM അതായത് ഉച്ചയ്ക്ക് 2 PM with an interval of 45 minutes. 45 മിനിറ്റ് ആണ് ഇന്റർവെൽ ടൈം. നെക്സ്റ്റ് ഷിഫ്റ്റ് എങ്ങനെയാണ് 2 PM to 9:30 PM ആണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് രണ്ടാമത്തെ ഷിഫ്റ്റ് വിത്ത് ആൻ ഇന്റർവൽ ഓഫ് 35 മിനിറ്റ്സ്. ഇന്റർവൽ എത്രയാണ് 35 മിനിറ്റ്സ് ആണ്. അപ്പോൾ ടോട്ടൽ വർക്കിംഗ് ടൈം ഓഫ് ദ ഫാക്ടറി എന്ന് പറയുമ്പോൾ 6 AM മുതൽ 9:30 PM അല്ലേ. 6 AM മുതൽ 9:30 PM ആണ്. അടുത്ത നോക്കാം. ഇൻ 24 hour ക്ലോക്കിൽ എങ്ങനെ എഴുതുക? 6 AM എന്ന് പറയുമ്പോൾ 6 തന്നെയാണ് എഴുതുക. 9:30 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതുക? 9 പ്ലസ് 12 പ്ലസ് 9 എത്രയാണ് 21 അല്ലേ. 21 ഹവേഴ്സും 30 മിനിറ്റ്സും ആണ്. ഹൗ മെനി ഹവേഴ്സ് ഡസ് ദ ഫാക്ടറി വർക്ക് ഇൻ എ ഡേ? ഒരു ദിവസം എത്ര മണിക്കൂറാണ് ഫാക്ടറി വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാ കണ്ടുപിടിക്കുക? How many hours does the factory work in a day? എത്ര മണിക്കൂറായിരിക്കും ഫാക്ടറി വർക്ക് ചെയ്യുന്നത്? 21:30 നിന്നും 6 കുറയ്ക്കുക കേട്ടോ. 21:30 - 6 എത്രയാണ് വരുന്നത്? 15 മണിക്കൂർ അല്ലേ. 15 മണിക്കൂറും 30 മിനിറ്റും. 15 hours and 30 minutes. അടുത്ത നോക്കാം. ഹൗ ഡു വി റൈറ്റ് ഇൻ AM or PM ഫ്രം ദി ടൈം ദ ഫാക്ടറി ഡസ് നോട്ട് വർക്ക്? ഫാക്ടറി വർക്ക് ചെയ്യാത്ത സമയം നമ്മൾ എങ്ങനെയാണ് AM-ലും PM-ലും എഴുതുക? ഫാക്ടറി വർക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോൾ 6 AM to 9:30 PM. അപ്പോൾ ഫാക്ടറി വർക്ക് ചെയ്യാത്ത സമയം എന്ന് പറയുമ്പോൾ 9:30 PM to 6 AM അല്ലേ. 9:30 രാത്രി 9:30 മണി മുതൽ 6 മണി വരെ എന്തില്ല? ഫാക്ടറി വർക്ക് ചെയ്യുന്നില്ല. ഹൗ മെനി ഹവേഴ്സ് ഓഫ് വർക്ക് ഇൻ ഈച്ച് ഷിഫ്റ്റ്? ഓരോ ഷിഫ്റ്റിലും എത്ര മണിക്കൂറായിരിക്കും വർക്ക്? 6 AM to 2 PM എന്ന് പറയുമ്പോൾ 6, 7, 8, 9, 10, 11, 12, 1, 2 അല്ലേ. അപ്പോൾ 8 hours ഓരോ ഷിഫ്റ്റിലും. ഫസ്റ്റ് ഷിഫ്റ്റിൽ 8 hours. സെക്കൻഡ് ഷിഫ്റ്റിൽ നോക്കൂ. 2 PM to 9:30 PM എന്ന് പറയുമ്പോൾ 2 കഴിഞ്ഞാൽ 3, 4, 5, 6, 7, 8, 9, 30. അപ്പോൾ 7 ഹവേഴ്സും 30 മിനിറ്റ്സും. ഓക്കെ, 7 ഹവേഴ്സും 30 മിനിറ്റ്സും ആണ് സെക്കൻഡ് ഷിഫ്റ്റിൽ വരുന്നത്. അടുത്തത് ടേക്കിംഗ് അവേ ദ ഇന്റർവെൽസ്. ഹൗ മെനി ഹവേഴ്സ് ഓഫ് ആക്ച്വൽ വർക്ക്? ഇന്റർവെൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എത്ര മണിക്കൂറായിരിക്കും വർക്ക് വരുന്നത്? 8 മണിക്കൂറിൽ നിന്നും 45 മിനിറ്റ്സ്. അപ്പോൾ 8 മണിക്കൂറിൽ നിന്നും 45 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 8 മണിക്കൂറിൽ നിന്നും 1 മണിക്കൂർ കുറച്ച് നോക്കൂ. 1 hour. അപ്പോൾ 7 അല്ലേ. അപ്പോൾ അതിൽ കൂടെ 15 മിനിറ്റ്സ് കൂട്ടാം. അപ്പോൾ എത്രയാണ് വരുന്നത്? 7 ഹവേഴ്സും 15 മിനിറ്റ്സും അല്ലേ. 7 ഹവേഴ്സും 15 മിനിറ്റ്സും. അടുത്തതോ 35 മിനിറ്റ്സ് ആണ് അടുത്ത ഇന്റർവെൽ. അപ്പോൾ നമുക്ക് നോക്കാം. 7 ഹവേഴ്സും 30 മിനിറ്റ്സും ആണെങ്കിൽ 7:30 അപ്പോൾ 6 ഹവേഴ്സ് അല്ലേ. 6 ഹവേഴ്സ്. അതിൽ നിന്നും 5 മിനിറ്റ് കുറച്ചാൽ എത്ര മണിക്കൂറാണ്? 6 ഹവേഴ്സും 55 മിനിറ്റ്സും അല്ലേ. 6 ഹവേഴ്സും 55 മിനിറ്റ്സും ആണ് എന്ത് ഈ ഒരു ആക്ച്വൽ വർക്ക് വരുന്നത്. അടുത്തത് വിച്ച് ഷിഫ്റ്റ് വർക്ക്സ് ലോങ്ങർ? ഏത് ഷിഫ്റ്റ് ആണ് ഏറ്റവും ലെങ്ത് കൂടിയത്? ഫസ്റ്റ് ഷിഫ്റ്റ് ആണ് കൂടുതൽ ടൈം വർക്ക് ചെയ്യുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സർക്കസ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യന്റെ പേര്. രാജു ദ സർക്കസ് സൈക്ലിസ്റ്റ് സ്റ്റാർട്ട്സ് ഇറ്റ്സ് ആക്ട് അറ്റ് 6:15 AM ആൻഡ് എൻഡ്സ് ഇറ്റ് അറ്റ് 9:30 PM. ഫോർ ഹൗ മെനി ഹവേഴ്സ് ഡസ് ഹി റൈഡ്? അതായത് രാജു ഒരു സർക്കസ് സൈക്ലിസ്റ്റ് ആണ്. 6:15 മുതൽ 9:30 വരെ, രാത്രി 9:30 വരെയാണ് ഈ ഒരു ആക്ട് തുടങ്ങുന്നത്. ഫോർ ഹൗ മെനി ഹവേഴ്സ് ഡസ് ഹി റൈഡ്? എത്ര മണിക്കൂറാണ് അത് സർക്കസ് കളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ടൈം ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ടൈം AM-ലും PM-ലും തന്നിട്ടുണ്ട് അല്ലേ. പിന്നെന്താ തന്നിട്ടുള്ളത്? സ്റ്റാർട്ടിംഗ് ടൈമും എൻഡിങ് ടൈമും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് വി ലുക്ക് അറ്റ് ദി AM പാർട്ട്. അപ്പോൾ ആദ്യം തന്നെ AM പാർട്ടാണ് നോക്കേണ്ടത് കേട്ടോ. 6:15 മുതൽ 7 AM അല്ലേ. 6:15 മുതൽ 7 AM വരെ എത്ര മിനിറ്റ് ആണ്? 45 മിനിറ്റ്സ്.
7 AM to 12 noon എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ്സ് ആണ്? 5 സോറി എത്ര ഹവേഴ്സ് ആണ്? 5 hours. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ 5 ഹവേഴ്സും 45 മിനിറ്റ്സും. ഓക്കെ, 5 ഹവേഴ്സും 45 മിനിറ്റ്സും. ഇനി നെക്സ്റ്റ് ഇൻ ദ ടൈം PM പാർട്ട്. PM പാർട്ടിൽ 12 noon to 9:30 PM അല്ലെ? 12 noon to 9:30 PM എന്ന് പറയുമ്പോൾ 9 ഹവേഴ്സും 30 മിനിറ്റ്സും ആണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 5 ഹവേഴ്സും 45 മിനിറ്റ്സും 9 ഹവേഴ്സും 30 മിനിറ്റ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 14 ഹവേഴ്സും 75 മിനിറ്റ്സും ആണ് കിട്ടുക. അപ്പൊ ഈ 75 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്സ് ആണ് 1 ഹവർ. അപ്പൊ അതിൽ ബാലൻസ് എത്ര ഉണ്ട്? 15 മിനിറ്റ്സ് ബാലൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ 1 ഹവർ നമുക്ക് ഈ 14ന്റെ കൂടെ ആഡ് ചെയ്യാം. 14 പ്ലസ് 1 ഹവേഴ്സ് 45 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാണ്? 15 ഹവേഴ്സും 45 മിനിറ്റ്സും ആണ് ഈ ഒരു സൈക്ലിസ്റ്റിന്റെ റൈഡ്, ടോട്ടൽ റൈഡിംഗ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് രാജു സർക്കസ് ended their show in one town and traveled to another town. They started at 10:45 PM and reached the new place at 7:30 AM. How much time did the journey took place? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 10:45 PM അവര് ജേർണി സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? 10:45 to 11 ആദ്യം നോക്കാം. 10:45 to 11 എത്ര മിനിറ്റ് ആണ് വരുന്നത്? 15 മിനിറ്റ്സ് ആണ് അല്ലെ? അപ്പോൾ അടുത്തത് 11 to 12 എന്ന് പറയുമ്പോൾ 11 PM to 12 PM 12 AM. ഓക്കെ, 11 PM to 12 AM എത്രയാണ് വരുന്നത്? 1 ഹവർ അല്ലെ? 1 ഹവർ ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര ടൈമാണ് വരുന്നത്? 1 hour 15 minutes. 1 hour 15 minutes ആണ് ടോട്ടൽ ടൈം വരുന്നത്. അടുത്തത് രാവിലെ മോർണിംഗ് ടൈം നോക്കാം. AM ടൈം നോക്കാം. 12 AM to 7:30 PM AM എന്ന് പറയുമ്പോൾ 7 ഹവേഴ്സും 30 മിനിറ്റ്സും ആണ്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ 7 hours 30 minutes പ്ലസ് 1 hour 15 minutes. ഓക്കെ, അപ്പോൾ ടോട്ടൽ ടൈം എത്രയാണ്? 8 ഹവേഴ്സും 45 മിനിറ്റ്സും. 8 ഹവേഴ്സും 45 മിനിറ്റ്സും ആണ് ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ ജേർണി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബസ് വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം കോയമ്പത്തൂർ അറ്റ് 20:30 reaches Kozhikode at 4:15 the next morning. What is the time taken for the trip? How do we find it? അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് ഡീറ്റെയിൽസ്? ടൈം ആർ ഗിവൺ ഇൻ ദ 24-hour ക്ലോക്ക് ടൈം അല്ലെ? 24-hour ക്ലോക്ക് ടൈമിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ AM PM-ലേക്ക് മാറ്റുന്നത്? 20 ഇവിടെ ക്വസ്റ്റ്യൻ തെറ്റുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് 20 ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു മിസ്റ്റേക്ക് തന്നിട്ടുണ്ട്. എന്താ മിസ്റ്റേക്ക് പറ്റിയത്? എന്താണ്? 20 to 30 ആണ് കേട്ടോ. 20 to 30 ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് മാറ്റണം കേട്ടോ നിങ്ങൾ. 20 to 30 മീൻസ് 10:30 PM അല്ലെ? 10:30 PM 12-hour ക്ലോക്കിലാക്കുമ്പോൾ 20 to 30 എന്ന് പറയുമ്പോൾ 10:30 ആണ് വരുന്നത്. 10:30 PM to 12 midnight എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 1 hour and 30 minutes അല്ലെ? 1 hour 30 minutes. അടുത്തത് 12 midnight to 4:15 AM എന്ന് പറയുമ്പോൾ 12 1 2 3 4 hours 15 minutes ആണ് 12 മുതൽ 4:15 വരെ വരുന്നത്. അപ്പോൾ ഇനി ടോട്ടൽ ടൈം കണ്ടുപിടിച്ചൂടെ? 1 hour 30 minutes plus 4 hour 15 minutes. അപ്പോൾ 5 hour 45 minutes. Okay, 5 hour 45 minutes is the time taken for the trip. Next question. A superfast bus starting from Bengaluru at 22:15 reaches Kannur at 6:45 the next morning. How much time does this trip take? അപ്പോൾ 20 to 15 എന്ന് പറയുമ്പോൾ 10:15 ആണ് അല്ലേ? 10:15 PM രാത്രി to 12 AM എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാണ്? 1 ഹവറും 45 മിനിറ്റ്സും. അടുത്തത് 12 to 6:45 എന്ന് പറയുമ്പോൾ 6 ഹവേഴ്സും 45 മിനിറ്റ്സും. അപ്പോൾ 1 ഹവറും 45 മിനിറ്റ്സും 6 ഹവറും 45 മിനിറ്റ്സും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 7 ഹവേഴ്സും 90 മിനിറ്റ്സും കിട്ടും അല്ലേ? 7 hours 90 minutes. 7 hours 90 മിനിറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാം? 90നെ 60 plus 30 എന്ന് എഴുതിക്കൂടെ? 90 എന്ന് പറയുമ്പോൾ 60 plus 30 അല്ലെ? 60 plus 30. അപ്പൊ ഈ 60 എന്ന് പറയുന്നതല്ലേ 1 hour അല്ലെ? അപ്പൊ 7 hours plus 1 hour 8.
അപ്പൊ എത്രയാണ് വരുന്നത്? 8 hours-ഉം 30 minutes-ഉം അല്ലെ? 8 hours-ഉം 30 minutes. അപ്പൊ എത്രയാണ്? 8 hours 30 minutes. 8 hours and 30 minutes ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്സും നമുക്ക് കിട്ടുന്ന സപ്പോർട്ടാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ നിങ്ങൾക്ക് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നായാലും അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.